ഫ്രണ്ട്സ്, വെൽക്കം ടു കൊമേഴ്സ് ബൈറ്റ്സ്. ഇന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നോട് കുറച്ച് സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു, മാഡം HRMൻ്റെ സെക്ഷനിൽ നിന്ന് കുറച്ച് പോയിൻറ്റ്സ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസ് ചെയ്താണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ വേഗം തന്നെ പറഞ്ഞു പോകും. നിങ്ങൾ അപ്പോൾ ഒരു ബുക്കും പെന്നും നിങ്ങളുടെ കയ്യിലിരിക്കുക ആൻഡ് ദെൻ വേഗം നോട്ട് ഡൗൺ ചെയ്ത് പോവുക. എനിക്ക് സ്ക്രീനിൽ കൊടുക്കാൻ പറ്റുന്ന പോയിൻറ്റ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ, അല്ലാത്ത പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു പോകും. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്കെല്ലാം അറിയാം HRP, HRD ആൻഡ് IRM. ഇതിൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. HRP എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, പിന്നെ പറഞ്ഞത് HRD അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, പിന്നെ പറഞ്ഞത് ഇൻഡസ്ട്രിയൽ റിലേഷൻ മാനേജ്മെൻറ്റ്. അങ്ങനെ 3 പോയിൻറ്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള കോട്ടഡ് പോയിൻറ്റ്സ്. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് നമ്മളോട് പറയും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ആൻസർ. എന്നിട്ട് നമുക്കിപ്പോൾ ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കൂ. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്, സിലക്ഷൻ തന്നിട്ടുണ്ട്, സ്റ്റാഫിംഗ് തന്നിട്ടുണ്ട് ആൻഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. സോ നമ്മളോട് പറയും സെലക്ട് ദ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഈ 4 കാണുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സിമിലർ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അങ്ങനെയല്ല. ആദ്യം പറഞ്ഞ 3 പോയിൻ്റ്, അതായത് റിക്രൂട്ട്മെൻറ്റ്, സിലക്ഷൻ, സ്റ്റാഫിംഗ്, ഈ 3 പോയിൻറ്റും HRPയുടെ കീഴിൽ വരുന്നതാണ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ റിക്രൂട്ടിംഗ്, സിലക്ഷൻ, സ്റ്റാഫിംഗ്. പിന്നെ പറഞ്ഞ ഈ ഒരു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇല്ലേ, അത് HRDയിൽ വരുന്നതാണ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. സോ അത് നിങ്ങൾ ആദ്യം എഴുതി വയ്ക്കുക, 3 കോളമായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് HRPയുടെ താഴെ എഴുതുക റിക്രൂട്ട്മെൻറ്റ്, സിലക്ഷൻ, സ്റ്റാഫിംഗ് ആൻഡ് റിട്രെഞ്ച്മെൻറ്റ് എന്നുള്ള ടേം നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അറിയാത്തവർ ഗൂഗിൾ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് സെഷൻ. ഇനി നെക്സ്റ്റ് സെഷൻ വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അതിൽ വരുന്നതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ, ജോബ് ഇവാലുവേഷൻ, കരിയർ ഡെവലപ്മെൻറ്റ് ആൻഡ് എംപവറിങ്. ഇപ്പോൾ 5 പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഈ 5 പോയിൻ്റ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ ആണ് എന്ന് മനസ്സിരുത്തി പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ പോയിൻറ്റ്സും മനസ്സിരുത്തി പഠിച്ചു വയ്ക്കുക. ഇനി നെക്സ്റ്റ് സെഷൻ നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ മാനേജ്മെൻറ്റ്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് തന്നെയാണ്. അതിൽ വരുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, ട്രേഡ് യൂണിയൻ, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ, ലേബർ വെൽഫെയർ, കളക്റ്റീവ് ബാർഗെയിനിങ്. ഒരു ടോട്ടൽ ഇൻഡസ്ട്രി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ മാനേജ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ HRPയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ റിക്രൂട്ട്മെൻറ്റ്, സിലക്ഷൻ, സ്റ്റാഫിംഗ്, അതായത് പേഴ്സൺസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, സ്റ്റാഫ് ചെയ്യുന്നു, റിട്രെഞ്ച്മെൻറ്റ് ചെയ്യുന്നു. ഇതെല്ലാമാണ് റിസോഴ്സ് പ്ലാനിങ്ങിൽ നടക്കുന്നത്. ഡെവലപ്മെൻറ്റിൽ പറയുന്നത് നമ്മൾ ഒരു എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇപ്പോൾ ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുക്കുക. പെർഫോമൻസ് അപ്രൈസൽ, നമ്മൾ ആ ഒരു എംപ്ലോയീസിനെ അളക്കുക, ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെൽഫ് ഇവാലുവേഷൻ, കരിയർ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ ഒന്ന് കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ എംപവർമെൻറ്റ്, ജോബ് എംപവർമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക. ഇതെല്ലാമാണ്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഏതൊക്കെ സെക്ഷനാണ് ഏതെല്ലാം എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. സോ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി വരുന്ന കുട്ടികളുടെ മെയിനായിട്ട് ഒരു ഹെഡേക്കാണ് ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ. അങ്ങനെ ഒരു 3-4 ടേംസ് ഉണ്ട്. ഏകദേശം ഒരമ്മ വെച്ച മക്കളുടെ പോലെ തന്നെ തോന്നുന്ന ഒരു 3 ടേംസാണിത്. ഇത് ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാം. അതായത് ജോബ് അനാലിസിസിൻ്റെ 2 ബ്രാഞ്ചസ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും. ഓക്കെ, അത് ഓർക്കാനായിട്ട് ഞാൻ ഓർക്കുന്ന ഒരു ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ABCDയിൽ ആദ്യം വരുന്നത് A അല്ലേ, അപ്പോൾ ജോബ് അനാലിസിസ് അല്ലേ ആദ്യം വരുന്നത്. ഈ ജോബ് അനാലിസിസിൻ്റെ ഉള്ളിലാണ് ജോബ് ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ ജോബ് സ്പെസിഫിക്കേഷനും വരുന്നത്. ഇനി ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്നുള്ളതാണ് പിള്ളേരുടെ മറ്റൊരു ഹെഡേക്ക്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ജോബിൽ നമുക്ക് തരുന്ന ടൈറ്റിൽ, ഇപ്പോൾ നമ്മൾക്കിപ്പോൾ മാനേജർ ആണെങ്കിൽ ആ ഒരു മാനേജർ എന്നുള്ളതാണ് നമ്മളുടെ ജോബ് ടൈറ്റിൽ. നമ്മളുടെ ലൊക്കേഷൻ ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓഫീസിലായിരിക്കും, അതങ്ങനെ. പിന്നെ ജോബ് സമ്മറി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നീ രാവിലെ വരണം, അക്കൗണ്ട്സ് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിനക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ വിളിക്കാനുണ്ട്, അതെന്താണ് നമ്മളുടെ ജോബ് എന്ന് പറഞ്ഞു തരുന്നതാണ് ജോബ് സമ്മറിയിൽ പറയുന്നത്. പിന്നെ റിപ്പോർട്ടിംഗ്,
റിപ്പോർട്ടിംഗ് ആണ് നമ്മളുടെ മറ്റൊരു പോയിന്റ്. പിന്നെ വർക്കിംഗ് കണ്ടീഷൻ, ജോബ് ഡ്യൂട്ടീസ്, മെഷീൻ ടു ബി യൂസ്ഡ്, ഹസാർഡ്സ്. എനിക്ക് എന്തൊക്കെയാണ് പ്രോബ്ലംസ്, ഹസാർഡ്സ് വരുന്നത്, പിന്നെ ഞാൻ എന്ത് മെഷീനാണ് യൂസ് ചെയ്യേണ്ടത്, എൻ്റെ ജോബിലെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, എൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനത്തെയൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ജോബിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് എൻ്റെ പെർട്ടിക്കുലർ ജോബിൽ എൻ്റെ മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ വരുന്നത് എന്നുള്ളതാണ് ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നത്. ഓക്കെ, സോ ജോബ് സ്പെസിഫിക്കേഷനിൽ പറയുന്നത് എനിക്കിപ്പോൾ ഒരു മാനേജറിൻ്റെ പോസ്റ്റ് കിട്ടണമെങ്കിൽ എനിക്കവിടെ എന്തൊക്കെയാണ് എൻ്റെ എലിജിബിലിറ്റി, ഞാൻ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, ഇപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ്, ഇപ്പോൾ +2 മതിയോ ഇല്ലെങ്കിൽ BCom വേണോ MCom വേണോ എന്നുള്ള ക്വാളിഫിക്കേഷൻ. ഇല്ലെങ്കിൽ ചിലവർ പറയും ചില കമ്പനീസ് എന്നല്ല, ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസിലും അവർ എക്സ്പീരിയൻസ് ചോദിക്കും. 2 years എക്സ്പീരിയൻസ് വേണം, 3 years എക്സ്പീരിയൻസ് വേണം, പിന്നെ ചിലപ്പോൾ വല്ല ട്രെയിനിങ് ഉണ്ടായിരിക്കണം, പിന്നെ ഈ മാതിരി സ്കിൽസ് എല്ലാം നിനക്ക് വേണം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് നിനക്ക് വേണം, എന്തെല്ലാം ഇമോഷണൽ ക്യാരക്ടേഴ്സ് എനിക്ക് വേണം, എന്തെല്ലാം സെൻസറി ഡിമാൻഡ്സ് എനിക്ക് വേണം. അങ്ങനെയുള്ള കുറച്ച് നമ്മൾ ആ ജോബിലേക്ക് എത്തിപ്പെടാൻ നമ്മൾക്ക് വേണ്ട കുറച്ച് സ്പെസിഫിക്കേഷൻസ്, അതാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ പറയുന്നത്. സോ ഇതോടുകൂടി നിങ്ങളുടെ ഈ ഒരു ഡൗട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കുറച്ച് സ്പീഡായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നെവർ മൈൻഡ്, ഡോണ്ട് മൈൻഡ്, ബിക്കോസ് നിങ്ങളുടെ എക്സാം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ അധികം പോയിൻറ്റ്സ് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഓവർ സ്പീഡായിട്ട് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ സ്പീഡ് കുറച്ച് കേൾക്കണമെങ്കിൽ നിങ്ങളുടെ വീഡിയോൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് ഒരു 3 ബട്ടൺ ഉണ്ട്, ഒരു 3 ഡോട്ടഡ് പോയിൻറ്റ്സ് ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അതിൽ നോർമൽ എന്നുള്ളതിന് തൊട്ട് താഴെയുള്ളത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിയെ കേട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് പോവാം. ഐ നോ ഞാൻ കുറച്ചൊന്ന് സ്പീഡിലാണ് പോകുന്നത്, കാരണം എനിക്ക് ഈ പോർഷൻസ് ഒന്ന് വേഗം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ തന്നെ പറയൂ അതിലെന്താണ് നിങ്ങളുടെ ആൻസർ എന്നുള്ളത്. ഡാഷ് ഇൻക്ലൂഡ്സ് ടാസ്ക്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ പെർട്ടിക്കുലർ ജോബ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ എന്ത് ആൻസർ ആയിരിക്കും നിങ്ങൾ പറയുന്നത്? ഇതിൽ ടാസ്കിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഡ്യൂട്ടീസിൻ്റെ കാര്യം പറയുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റീൻ്റെ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഇപ്പോൾ നമ്മൾ ടാസ്കിൻ്റെയും ഡ്യൂട്ടീസിൻ്റെയും കാര്യം പറഞ്ഞത് എവിടെയാണ്? ജോബ് ഡിസ്ക്രിപ്ഷനിലാണ്. പിന്നെ നമ്മൾ ജോബ് സ്പെസിഫിക്കേഷനിലാണ് റെസ്പോൺസിബിലിറ്റീസിൻ്റെ കാര്യം പറഞ്ഞത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസോ ജോബ് ഇവാലുവേഷൻ തന്നിട്ടുണ്ട്, ജോബ് അനാലിസിസ് തന്നിട്ടുണ്ട്, ജോബ് എൻറിച്ച്മെൻറ്റ് തന്നിട്ടുണ്ട്, ജോബ് എൻലാർജ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസും നിങ്ങൾക്ക് വളരെ ഡിഫറെൻ്റ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ C, ദാറ്റ് ഇസ് ജോബ് അനാലിസിസ്. കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഈ ജോബ് അനാലിസിസിൻ്റെ ഉള്ളിലാണല്ലോ ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും വരുന്നത്. ഈ ജോബ് സ്പെസിഫിക്കേഷനിലെ പോയിൻറ്റും ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ജോബ് സ്പെസിഫിക്കേഷൻ്റെ പോയിൻറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ജോബ് അനാലിസിസ് ഒരു ബ്രോഡർ ടേം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ജോബ് അനാലിസിസ് എന്നുള്ളതാണ്. എക്സാമിനേഷൻ ഓഫ് ജോബ്, ഇറ്റ്സ് കമ്പോണൻറ്റ്സ്, പാർട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് ഇറ്റ് ഈസ് പെർഫോംഡ്. സോ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. കാരണം ജോബ് അനാലിസിസ് ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് ജോബ് സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷനും വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ജോബ് അനാലിസിസ് വിൽ ബി ദ കറക്റ്റ് ആൻസർ എന്ന്. ഓക്കെ, സോ പിന്നെ നമ്മൾ പറഞ്ഞു ജോബ് സ്പെസിഫിക്കേഷൻ നമ്മളുടെ ഒരു ഹ്യൂമൻ റിക്വയർമെൻറ്റിൽ നമുക്ക് വേണ്ട എഡ്യൂക്കേഷൻ സ്കിൽ. ഓക്കെ, പിന്നെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞു നമ്മളുടെ ജോബിന് വേണ്ട ഡ്യൂട്ടീസ്. ജോബ് അനാലിസിസ് പറഞ്ഞു ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഫോർ ഡിറ്റർമൈനിങ് ഡ്യൂട്ടീസ് ആൻഡ് സ്കിൽ requirements of job and a kind of person who should be hired for it. ഈ ഒരു സെൻറ്റൻസ് മസ്റ്റായിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ഫോർ ഡിറ്റർമൈനിങ് ഡ്യൂട്ടീസ് ആൻഡ് സ്കിൽ requirements of job and kind of people who should be hired for it. ഏതൊക്കെ പേഴ്സൺസ് ആണ് എന്തിനൊക്കെ അവരുടെ ഡ്യൂട്ടീസും സ്കിൽസും എല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ജോബ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന മറ്റൊരു ടേമാണ് ഡി ജോബിംഗ് എന്ന് പറയുന്നത്. ഡി ജോബിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ അവർ ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു എംപ്ലോയിൻ്റെ ഡ്യൂട്ടീസ് ആണെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിലും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് കണ്ടറിഞ്ഞ് ചെയ്യണം അപ്പോൾ തരുന്ന റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് ഈ ഡി ജോബിങ്ങിൽ പറയുന്നത്.
സോ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡ്യൂട്ടീസ് ഉണ്ടാകും. അതാണ് ഡീ ജോബിങ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ജോബ് ഡിസ്ക്രിപ്ഷൻ അവർ തന്നിട്ടുണ്ടാവില്ല, നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം. ഇപ്പം നമുക്ക് ഓവർലോഡ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ദിവസം നമുക്ക് ഭയങ്കര വർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. അതാണ് ഡീ ജോബിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു മെയിൻ ടേം ഒന്ന് നോക്കിയാലോ. ജോബ് ഇവാലുവേഷൻ. ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് റിലേറ്റീവ് വർത്ത് ഓഫ് ജോബ് ടു എസ്റ്റാബ്ലിഷ് വിച്ച് ജോബ് ഷുഡ് ബി പെയ്ഡ് മോർ ദാൻ അതേഴ്സ് വിതിൻ ആൻ ഓർഗനൈസേഷൻ. ഇതൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. അതായത് കുറച്ച് ജോബ്സ് ഉണ്ടാവും അല്ലേ, കുറച്ച് വർക്കേഴ്സ് എന്ന്, കുറച്ച് മാനേജേഴ്സ് എന്ന്, കുറച്ച് ഫ്രണ്ട് ലൈൻ മാനേജേഴ്സ്, ടോപ്പ് മാനേജേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ടാവില്ലേ. അതിൽ ഏറ്റവും വർത്ത് ആയിട്ടുള്ള ജോബ് ഏതാണ് എന്ന് നോക്കിയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ജോബിന് നമ്മൾ കൂടുതലായിട്ട് സാലറി കൊടുക്കും. ആ ഒരു പ്രോസസ്സിൻ്റെ ഇവാലുവേഷനാണ് ജോബ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, method used to describe, analyze, compare, evaluate jobs within a unit, a branch or an industry on the basis of the work content and the job requirement in order to place them under particular wage or salary grades. ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റുകൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. നമ്മളിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ എംപ്ലോയീസിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ നമ്മൾ സാലറി കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഇവാലുവേഷനാണ് ജോബ് ഇവാലുവേഷനിൽ പറയുന്നത്. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് നമുക്ക് വേഗം പറഞ്ഞു പോവാം. സക്സഷൻ പ്ലാനിങ് എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ടേം. അതായത് ഈ സക്സഷൻ പ്ലാനിങ്ങിൽ അവർ ഉദ്ദേശിക്കുന്നത് systematically identifying, assessing and developing organization leadership to enhance the performance. It increases the availability of the experienced and capable employees prepared to assume role as they become available. ഇപ്പോൾ ഈ സക്സഷൻ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളുടെ കമ്പനി ഇപ്പം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വല്ല ഹെൽത്ത് ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വല്ല കോൺഫ്ലിക്റ്റ് കൊണ്ടോ നമ്മൾക്ക് നമ്മളുടെ ഹെഡായിട്ടിരിക്കുന്ന ആളെ ജസ്റ്റ് ഒന്ന് ഡിസ്മിസ് ചെയ്യുകയോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയോ, ഇല്ലെങ്കിൽ വല്ല ഹെൽത്ത് ഇഷ്യൂ, ഞാൻ പറഞ്ഞല്ലോ വല്ല ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് അവരെ മാറ്റേണ്ടി വരുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മളുടെ എംപ്ലോയീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളെ നമ്മൾ വേഗം തന്നെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് സക്സഷൻ പ്ലാനിങ്ങിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക്കലി ഐഡൻറ്റിഫൈയിങ്, അസസിങ് ആൻഡ് ഡെവലപ്പിംഗ് ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് ടു എൻഹാൻസ് പെർഫോമൻസ്. നമ്മളുടെ ആ ഒരു കമ്പനിയുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അസസ് ചെയ്യുക എന്നുള്ളതാണ് സക്സഷൻ പ്ലാനിങ്ങിൽ പറയുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും, കാരണം ഞാനൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ അത് കോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി മാൻ പവർ പ്ലാനിങ്, അത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് എസ്റ്റിമേറ്റിംഗ് ഒപ്റ്റിമം നമ്പർ ഓഫ് people required for completing a particular project or task. നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ടാസ്ക് നമ്മൾ എത്ര പേഴ്സൺ അല്ലെങ്കിൽ എത്ര നമ്പർ നമുക്ക് ഒപ്റ്റിമം വേണം എന്നുള്ള ഒരു എസ്റ്റിമേഷൻ ചെയ്യുന്നതാണ് മാൻ പവർ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കരിയർ പ്ലാനിങ് എന്ന് പറയുന്നതാണ് മറ്റൊരു ടേം. കരിയർ പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കരിയർ പ്ലാനിങ് നമ്മളുടെ ആ ഒരു ഫ്യൂച്ചർ, എക്സ്പ്ലോർ എബിലിറ്റീസ് ആൻഡ് ക്രിയേറ്റ് ഫ്യൂച്ചർ വർക്ക്സ്. നമ്മളുടെ തന്നെ എംപ്ലോയീസിന് നമ്മൾ നല്ലൊരു കരിയർ പ്ലാനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല എംപ്ലോയീസിനെ തന്നെ അതിൽ നിന്ന് വാർത്തെടുക്കാൻ പറ്റും. അതാണ് കരിയർ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് സ്ട്രാറ്റജിക് HRP എന്നുള്ളതാണ്. identifies current and future HR needs for organization to achieve goal. നമ്മളുടെ ആ ഒരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കറണ്ടായിട്ട് ആൻഡ് ഫ്യൂച്ചറായിട്ട് വേണ്ട ഹ്യൂമൻ റിസോഴ്സസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തെങ്കിലും ഒരു ട്രിക്കോ അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആഴ്ന്നിറങ്ങി അതിലേക്ക് ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന മറ്റൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഡെൽഫി മെത്തേഡ്. ഡെൽഫി മെത്തേഡ് എന്നുള്ളത് കുറച്ച് പേർക്ക് അറിയണ്ടാവില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോർകാസ്റ്റിംഗ് മെത്തേഡ് ഓൺ റിസൾട്ട്സ് ഓഫ് ക്വസ്റ്റനെയർ സെൻഡ് ടു ദ പാനൽ ഓഫ് എക്സ്പെർട്സ്. അതായത് ഫോർകാസ്റ്റിംഗ് മെത്തേഡാണ് ഓൺ റിസൾട്ട്സ് ഓഫ് ക്വസ്റ്റനെയർ സെൻഡ് ടു ദ പാനൽ ഓഫ് എക്സ്പെർട്സിന് സെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു റിസൾട്ട്സ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ്.
ഓക്കെ, അതാണ് ഡെൽഫി മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് ദിസ് ടെക്നിക് ഇസ് ഓൾ ക്ലിയർ ടു യു. ഇത്രയൊക്കെയാണ് ഞാൻ കണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് HRMൽ. BMൻ്റെ അതായത് ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഞാൻ പുറകെ തന്നെ ഇട്ടോളാം. സോ well prepared for your exam and be prepared for your exam. So with this note we are concluding right now. Let's see in the next video. Till then, work hard and study well. That's it. Thank you.